നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം ഗൾഫ് യാത്രാ കപ്പൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനുള്ള കരാർ വൈകാതെ ഒപ്പുവെക്കുമെന്ന് മന്ത്രി. അഴിമതി. സൗദിയിൽ 155 സർക്കാർ ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. ഖത്തർ ഇന്ത്യൻ എംബസി സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ആലോചന. പ്രവാസ ലോകത്ത് ആശങ്ക. ബഹ്റൈൻ ഇന്ത്യ വ്യാപാരം $706.68 മില്യൺ. വിളഞ്ഞ പാകമായി ഈന്തപ്പഴങ്ങൾ, വിലയും കുറഞ്ഞു. മനം നിറയ്ക്കും മധുരകാലം. അവധിക്കാലത്ത് ആദിയോടെ പ്രവാസികൾ. നാട്ടിൽ പോയാൽ ചെലവേറും. ഗൾഫിലെങ്കിൽ ഷോക്കടിപ്പിച്ച വൈദ്യുതി ബിൽ. മഹസ് കൾച്ചറൽ ഫോറം ജനറൽ ബോഡി യോഗം. കേരളം ഗൾഫ് യാത്രാ കപ്പൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനുള്ള കരാർ വൈകാതെ ഒപ്പുവെക്കുമെന്ന് മന്ത്രി. കേരളം ഗൾഫ് യാത്രാ കപ്പൽ സർവീസ് എന്ന് തുടങ്ങുമെന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും കൊച്ചി തുറമുഖമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ അടുത്തഘട്ട വികസനത്തിനുള്ള പരിസ്ഥിതി പഠനം പൂർത്തീകരിച്ചെന്നും കേന്ദ്രാനുമതിക്ക് അപേക്ഷ നൽകിയെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഒന്നാം ഘട്ടത്തിന് കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള ത്രികക്ഷി കരാർ അധികം വൈകാതെ ഒപ്പുവെക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സംസ്ഥാനം ഇതുവരെ 854.38 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവിട്ടത്. വിഴിഞ്ഞം കസ്റ്റംസ് തുറമുഖമായി അംഗീകരിച്ചുകൊണ്ടുള്ള അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച്, കസ്റ്റോഡിയൻ കോഡ് എന്നിവയ്ക്കുള്ള അംഗീകാരവും ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസുമാണ് ഇനി ലഭിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, സൗദി, തിരുവനന്തപുരം. അഴിമതി. സൗദിയിൽ 155 സർക്കാർ ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. സൗദിയിൽ അഴിമതി ആരോപണങ്ങളിൽ 155 സർക്കാർ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ ചിലരെ ജാമ്യത്തിൽ വിട്ടയച്ചതായി ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി അറിയിച്ചു. ജൂൺ അവസാന മാസത്തിൽ ഉദ്യോഗസ്ഥർ മൊത്തം 924 പരിശോധനകൾ നടത്തിയതായി നസഹ പ്രസ്താവനയിൽ പറഞ്ഞു. പരിശോധനയെ തുടർന്ന് വിവിധ അഴിമതി ആരോപണങ്ങളിൽ പ്രതികളായ 382 ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് 155 പേരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കൈക്കൂലി, അധികാര ദുർവിനിയോഗം, വ്യാജരേഖ ചമയ്ക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ അഴിമതി കേസുകളാണ് അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ആഭ്യന്തര, ആരോഗ്യ, വിദ്യാഭ്യാസ, മുനിസിപ്പൽ, ഗ്രാമകാര്യ, ഭവന മന്ത്രാലയ, വാണിജ്യ, ഗതാഗത, ലോജിസ്റ്റിക്, സാംസ്കാരിക, സകാത്ത്, നികുതി, കസ്റ്റംസ് മന്ത്രാലയങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായ ഉദ്യോഗസ്ഥർ. ഹജ്ജ് സീസണിൽ വിശുദ്ധ നഗരങ്ങളിൽ ശക്തമായ പരിശോധന നടത്തിയതായി നസഹ അറിയിച്ചു. 2021-നും 2023-നും ഇടയിൽ അഴിമതി കേസുകളിൽ 5235 പേരെ മേൽനോട്ട സമിതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികവും ഭരണപരവുമായ അഴിമതി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് ഇടപെടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ലെന്ന് നസഹ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. ഖത്തർ ഇന്ത്യൻ എംബസി സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ആലോചന. പ്രവാസ ലോകത്ത് ആശങ്ക. പ്രവാസികൾക്കായി ഇന്ത്യൻ എംബസി നേരിട്ട് നൽകിവരുന്ന സേവനങ്ങൾ സ്വകാര്യ ഏജൻസികൾ വഴി നൽകാൻ ആലോചന. പുതിയ പാസ്പോർട്ടുകൾ നൽകൽ, പാസ്പോർട്ട് പുതുക്കൽ, വിസ സേവനം, പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ, രേഖകളുടെ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങി മുഴുവൻ സേവനങ്ങളും സ്വകാര്യ ഏജൻസികൾ വഴി നടപ്പിലാക്കാനാണ് എംബസി ആലോചിക്കുന്നത്. ഖത്തറിലെ പ്രമുഖ പ്രാദേശിക ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യൻ അംബാസഡർ വിപുൽ ഈ കാര്യം സൂചിപ്പിച്ചത്. ഖത്തറിലെ വർദ്ധിച്ചുവരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഇത്തരമൊരു ആലോചന ഇന്ത്യൻ എംബസി നടത്തുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് മുന്നിൽ ഇത്തരമൊരു നിർദ്ദേശം വെച്ചതായും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം നടപ്പിലാക്കുമെന്നും അംബാസഡർ പറഞ്ഞു. ഇതുവഴി സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും മികച്ച കോൺസുലാർ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ 9 ലക്ഷത്തിനടുത്താണ് ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം. നിലവിൽ ഈ സേവനങ്ങളെല്ലാം എംബസി നേരിട്ടാണ് നൽകുന്നത്. പാസ്പോർട്ട് പുതുക്കൽ ഉൾപ്പെടെ സുപ്രധാനമായ നിരവധി സേവനങ്ങൾ ഇന്ത്യൻ എംബസി എപിക്സ് ബോഡികളായ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ICBF എന്നിവിടങ്ങളിലും ലഭ്യമാണ്. ICC-യിലും ICBF-ലും നൽകുന്ന സേവനങ്ങൾക്ക് എംബസി നിശ്ചയിച്ച ഫീസിന് പുറമെ 10 റിയാൽ സേവന ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ.
ബഹ്റൈൻ ഇന്ത്യ വ്യാപാരം 706.68 മില്യൺ ഡോളറിൽ. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള വ്യാപാരം പുതിയ ഉയരങ്ങളിലേക്ക്. ഈ കാലയളവിൽ ആകെ വ്യാപാരം 706.68 മില്യൺ ഡോളറായി ഉയർന്നു. ഇന്ത്യ ബഹ്റൈനിലേക്ക് 352.11 മില്യൺ ഡോളറിന്റെ കയറ്റുമതി നടത്തി. 2023 ആദ്യപാദത്തിൽ ബഹ്റൈനിൽ നിന്നുള്ള ഇറക്കുമതി 354.57 മില്യൺ ഡോളറായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള അരി ഇറക്കുമതി 2023 68 മില്യൺ ഡോളറായിരുന്നു. ഇത് 2021 51 മില്യൺ ഡോളറിൽ നിന്ന് 33% വർദ്ധിച്ചു. സെമി മില്ലറ്റ് അല്ലെങ്കിൽ ഫുൾ മൈൽഡ് അരി ബഹ്റൈനിൽ ഇറക്കുമതി ചെയ്യുന്ന മികച്ച 10 ഉൽപ്പന്നങ്ങളിൽ 83%യും പ്രതിനിധീകരിക്കുന്നു. 67,000 ടണ്ണിന് 67.68 ദശലക്ഷം ഡോളറാണ് ഇതിന്റെ വില കണക്കാക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ബഹ്റൈൻ ഇറക്കുമതിയുടെ 11% സ്വർണ്ണാഭരണങ്ങളാണ്. 157 കിലോഗ്രാമിന് 26.07 ദശലക്ഷം ഡോളർ മൂല്യമുണ്ട്. 97,000 മൊബൈൽ ഫോൺ ഉൽപ്പന്നങ്ങൾക്കായി 26.85 മില്യൺ ഡോളറാണ് കണക്കാക്കിയിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകളുടെ 8% വരും. കൂടാതെ ബഹ്റൈൻ 1001-1500 CC വിഭാഗത്തിൽ 23 ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന 2000 സ്വകാര്യ കാറുകളും 22 ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന 5.5 ദശലക്ഷം കിലോഗ്രാം ബീഫും ഇറക്കുമതി ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ബഹ്റൈനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന ഇറക്കുമതിയിൽ ലോഹബാറുകളും മറ്റു തരത്തിലുള്ള ഇരുമ്പ് അല്ലെങ്കിൽ അലോയ് അല്ലാത്ത സ്റ്റീലുകളും ഉൾപ്പെടുന്നു. ഇത് 6.8 ദശലക്ഷം കിലോഗ്രാമിന് 15 മില്യൺ ഡോളർ വില വരും. 16 ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന 22 ദശലക്ഷം കിലോഗ്രാം ശുദ്ധീകരിച്ച പഞ്ചസാര പരലുകളും ബഹ്റൈനിൽ നിന്ന് ഇറക്കുമതി ചെയ്തവയിൽ ഉൾപ്പെടുന്നു. ബഹ്റൈനിലെ ഏറ്റവും മികച്ച 10 വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരമായ വളർച്ച കൈവരിക്കുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത്. 2019 2020 മാത്രമാണ് വളർച്ചയിൽ മുരടിപ്പ് കാണിക്കുന്നത്. 2022 വ്യാപാരം 1.40 ബില്യൺ ഡോളറിലെത്തിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ബഹ്റൈനിലേക്കുള്ള കയറ്റുമതി 768 മില്യണിൽ നിന്ന് 904 മില്യൺ ഡോളറായി വർദ്ധിച്ചു. ബഹ്റൈനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി 314 മില്യണിൽ നിന്ന് 500 മില്യൺ ഡോളറായും വളർന്നു. ഇന്ത്യ ബഹ്റൈനിന്റെ 6ാമത്തെ വലിയ ഇറക്കുമതി പങ്കാളിയും 9ാമത്തെ വലിയ കയറ്റുമതി പങ്കാളിയുമായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. വിളഞ്ഞ പാകമായി ഈന്തപ്പഴങ്ങൾ, വിലയും കുറഞ്ഞു. മനം നിറയ്ക്കും മധുരകാലം. ഗൾഫിൽ ഈന്തപ്പഴ വിളവെടുപ്പ് തുടങ്ങി. കൊടും ചൂടിലാണ് ഈന്തപ്പഴം പഴുത്തു പാകമാകുന്നത്. ചുവപ്പ്, കടും ചുവപ്പ്, മഞ്ഞ, ഇളം മഞ്ഞ നിറങ്ങളിലുള്ള ഈന്തപ്പഴങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത് കാണുന്നതും അവ കഴിക്കുന്നതും മധുരതരമാണ്. ഈ മനോഹര കാഴ്ച കാണാനായി കൊടും ചൂടിലും ഫാം സന്ദർശിക്കുന്നവർ ഒട്ടേറെയുണ്ട്. UAE പ്രാദേശിക കൃഷിത്തോട്ടങ്ങളിൽ നിന്നുള്ള ഈന്തപ്പഴങ്ങൾ ഇന്നലെ വിപണിയിലെത്തി തുടങ്ങിയതോടെ വില കുറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് ഒമാനിൽ നിന്നുള്ള ഖലാസ്, ഖനീസി എന്നീ ഫ്രഷ് ഈന്തപ്പഴങ്ങളാണ് UAE വിപണി കീഴടക്കിയിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപ് വിപണിയിലെത്തിയിരുന്ന ഇവയ്ക്ക് 4 ഇരട്ടി വിലയായിരുന്നുവെങ്കിലും കച്ചവടം ഉഷാറായിരുന്നു. അസൽ ഈന്തപ്പഴത്തിന്റെ രുചി നുകരാൻ എത്തുന്നവരിൽ സ്വദേശികളും വിദേശികളുമുണ്ട്. ദുബായിൽ നിന്നുള്ള നഗാൽ, മിനഫി, അല്ലൈനിൽ നിന്നുള്ള ഖനീസി, നയീമി എന്നീ ഇനങ്ങളാണ് ഇപ്പോൾ വിവിധ വിപണിയിൽ എത്തിയിരിക്കുന്നത്. അല്ലൈനിന് പുറമെ ലിവ, അവീർ, ഖവാനീജ് എന്നിവിടങ്ങളിലെ ഫാമിൽ നിന്നുള്ള പഴുത്ത ഈന്തപ്പഴങ്ങളും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ വില കിലോയ്ക്ക് 15 മുതൽ 20 ദിർഹം വരെയായി കുറഞ്ഞു. നേരത്തെ 80 ദിർഹത്തിന് വരെയായിരുന്നു ഈന്തപ്പഴ വിൽപ്പന. അടുത്തയാഴ്ച കൂടുതൽ ഇനങ്ങൾ എത്തുന്നതോടെ വില ഇനിയും കുറയുമെന്നാണ് കച്ചവടക്കാർ സൂചിപ്പിക്കുന്നത്. പഴുക്കാറായ ഈന്തപ്പഴമാണ് റുതാബ് എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേക രുചിയുള്ള ഇവ എത്ര തിന്നാലും മടുപ്പ് വരില്ല. വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്, ആന്റി ഓക്സിഡന്റ്സ് എന്നിവയുടെ കലവറയായതിനാൽ ദൈനംദിന ഭക്ഷണത്തിൽ ഈന്തപ്പഴം ഉൾപ്പെടുത്തുന്നവരും ഏറെയുണ്ട്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് അസൽ ഈന്തപ്പഴങ്ങളുടെ വിപണി. ശേഷിക്കുന്നവ സെപ്റ്റംബറോടെ സംസ്കരിച്ച് സൂക്ഷിക്കും. അടുത്ത സീസൺ വരുന്നതുവരെ ആവശ്യമനുസരിച്ച് ഇവ വിപണിയിലെത്തിക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. അവധിക്കാലത്ത് ആദിയോടെ പ്രവാസികൾ. നാട്ടിൽ പോയാൽ ചെലവേറും. ഗൾഫിലെങ്കിൽ ഷോക്കടിപ്പിച്ച വൈദ്യുതി ബിൽ. ഗൾഫ് മേഖലയിലെ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ പൊതുവെ അവധിക്കാലം എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും അവധിയില്ലാത്ത വലിയ വിഭാഗം ഈ 2 മാസം എങ്ങനെ കഴിച്ചുകൂട്ടുമെന്നതിന്റെ ആശങ്കയിലാണ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സ്കൂളുകൾ അവധിയായതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം ഇവിടെ നിന്ന് വേനൽ അവധിക്കും തങ്ങാൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് വൈദ്യുതി ബില്ലിനെ പറ്റിയാണ്. കുട്ടികൾ വീട്ടിൽ തന്നെയുള്ളത് കാരണം ഇപ്പോൾ 24 മണിക്കൂറും എയർ കണ്ടീഷനുകൾ പ്രവർത്തിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നല്ലൊരു തുക അവധിക്കാലത്ത് പല
പല കുടുംബങ്ങൾക്കും നീക്കിവെക്കേണ്ടി വരും. ഉയർന്ന വിമാന നിരക്ക് കാരണം നാട്ടിലേക്ക് ഇടത്തരക്കാരായ നിരവധി രക്ഷിതാക്കളും അവധിക്കാലത്ത് നാട്ടിൽ പോകാതെ രാജ്യത്ത് തന്നെ തങ്ങാൻ നിർബന്ധിതരാകുന്നുണ്ട്. ചില കമ്പനികളിൽ ഈ മാസങ്ങളിൽ അവധി നൽകാറില്ല. ചില കുടുംബങ്ങളിലെ ഭാര്യ ഭർത്താക്കന്മാർ വെവ്വേറെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുടെയും വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള അവധിക്കാലം അവരുടെ യാത്രയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നാട്ടിൽ അടുത്ത ബന്ധുക്കളും കൂടപ്പിറപ്പുകളും ഉള്ളവർ പലരും ഈ പ്രതിസന്ധികളെ മറികടക്കാൻ മക്കളെ മാത്രം അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നുമുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കാവട്ടെ മഴക്കാലത്ത് നാട്ടിൽ ചിലവഴിക്കാൻ താല്പര്യവുമില്ല. നാട്ടിലേക്ക് പോകുന്നവരെ കാത്തിരിക്കുന്നത് ചിലവേറിയ അവധിക്കാലം. നാട്ടിൽ പോകുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് ചിലവേറിയ അവധിക്കാലമാണ്. വിമാനയാത്രാ നിരക്ക് തന്നെ താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികളെ കൊള്ളയടിക്കുന്ന തരത്തിലാണ് നാട്ടിലെ അവശ്യ സാധനങ്ങൾക്കുള്ള നിരക്കുകളും. കൂടാതെ എയർപോർട്ട് യൂസർ ഫീ വർധന ജൂലൈ മുതൽ നടപ്പിലാക്കാനുള്ള തീരുമാനവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗൾഫ് സെക്ടറിലെ യാത്രക്കാരെയാണ്. ജൂലൈ മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ആഭ്യന്തര യാത്രക്കാർ 770 രൂപയും വിദേശ യാത്രികർ 1540 രൂപയും യൂസർ ഫീയായി നൽകണമെന്നതാണ് പുതിയ നിയമം. വിമാന ടിക്കറ്റ് നിരക്ക് വർധന മൂലം പൊറുതിമുട്ടിയ പ്രവാസികൾക്ക് ഇത് ഇരട്ട പ്രഹരമായിരിക്കുകയാണ് എയർപോർട്ട് യൂസർ ഫീ വർധന. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇപ്പോൾ ഇരട്ടിയായി ഉയർത്തിയത്. വിമാനത്താവളത്തിൽ ആദ്യമായി വന്നിറങ്ങുന്നവർക്കും യൂസർ ഫീ ബാധകമാക്കിയിട്ടുണ്ട്. നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്ന പ്രവാസികളെ സംബന്ധിച്ച് ഓട്ടോ, ടാക്സി, മറ്റ് യാത്രാ നിരക്കുകളും ഒരിക്കലും ബജറ്റിന് അനുകൂലമായ ഘടകമല്ല. കേരളത്തിൽ നിന്നുള്ള ട്രെയിൻ സർവീസുകൾ മാത്രമാണ് യാത്രാ ചെലവും സമയവും ലാഭിക്കാൻ ഒരേ ഒരു മാർഗമെങ്കിലും ദീർഘദൂര ട്രെയിനുകളിൽ പലതിലും ഇപ്പോൾ സീറ്റുകളും ലഭ്യമല്ലാതായിരിക്കുകയാണ്. ഓണക്കാലവും കൂടി അടുത്തു വരുന്നതോടെ ഇന്ത്യയിൽ എവിടേക്കുമുള്ള ട്രെയിൻ യാത്ര ദുഷ്കരമാകാനാണ് സാധ്യത. വളരെ കുറഞ്ഞ അവധി ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികളുടെ ഉപരിപഠനങ്ങൾക്കായുള്ള സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്തുക, റവന്യൂ, ആധാർ കാർഡ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ നാടണയുന്നത്. അപ്പോൾ ഒരു സർക്കാർ ഓഫീസുകളിൽ പോലും പ്രവാസി എന്ന ഒരു പരിഗണന പ്രവാസികൾക്ക് ലഭിക്കാറില്ലെന്ന് മാത്രമല്ല, അവധിക്ക് നാട്ടിൽ വരുന്ന പ്രവാസികളെ എങ്ങനെ പിഴിയാമെന്നതാണ് പലരും ഒരാചാരമായി ഇപ്പോഴും ചിന്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. മഹസ് കൾച്ചറൽ ഫോറം ജനറൽ ബോഡി യോഗം. ശ്രീനാരായണീയരുടെ കൂട്ടായ്മയായ മഹസ് കൾച്ചറൽ ഫോറം ജനറൽ ബോഡി യോഗം ചേർന്നു. ചെയർമാൻ മനോഹരൻ കണ്ണൂർ അധ്യക്ഷനായി. VG പ്രേമൻ, V രവീന്ദ്രൻ, AV കുമാരൻ, KK സുബ്രഹ്മണ്യൻ, വിജയകുമാർ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി റോബിൻ പത്മാകരൻ പ്രസിഡന്റ്, പ്രിയൻ ദാസ്, സുരേഷ് കാശി വൈസ് പ്രസിഡന്റ്, അഭിലാഷ് രത്നാകരൻ ജനറൽ സെക്രട്ടറി, സജു സാമ്പൻ, രത്നേഷ് ജോയിന്റ് സെക്രട്ടറി, ജയപ്രകാശ് കല്ലക്കാട്ട് ട്രഷറർ, രതീഷ് നാരായണൻ ജോയിന്റ് ട്രഷറർ, KP വിജയൻ ഓഡിറ്റർ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഷാർജ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.